ഹലോ ഗൈസ്, നമുക്കൊന്നൊരു അടിപൊളി മോരുകറി ഉണ്ടാക്കിയാലോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. 2 മിനിറ്റുള്ളിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് മോരുകറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ചെറിയ കഷ്ണം കുമ്പളങ്ങ വേണം, ഒരു തക്കാളി, 4 പച്ചമുളക്, പിന്നെ കുറച്ച് കറി ലീവ്സും കൂടി ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയാണ്. മുളക് പൊടി നമ്മൾ അധികം ഉപയോഗിച്ചിട്ടില്ല, ഒട്ടും ഉപയോഗിച്ചിട്ടില്ല, ലാസ്റ്റ് മാത്രം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ നമുക്ക് ആവശ്യമുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക, പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചോ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഗ്യാസ് ചിലവും അധികമില്ല. ഇത് വേവാൻ മാത്രമുള്ള ഗ്യാസ് മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട്, അധികം ഒരുപാട് വെള്ളം ആക്കരുത്, നമുക്ക് കട്ടിക്ക് വേണം കിട്ടാനായിട്ട്. നാളികേരം ഒന്നും വേണ്ട. നമ്മൾ ഇളക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം തണുത്ത് ഈ വെന്ത സാധനം തണുത്തതിന് ശേഷം നമ്മൾ തൈര്, നല്ല കട്ട തൈര് വേണം കേട്ടോ. ഞാനത് ഒഴിക്കാൻ ആ വീഡിയോ എടുക്കാൻ വിട്ടുപോയി, മറന്നുപോയി. അപ്പോൾ അതാണ് തൈര് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ള യോഗട്ട്. പിന്നെ ജീരകത്തിൻ്റെ പൊടിയാണ് ഇത് കേട്ടോ. അപ്പോൾ ആ തൈരിൽ കുറച്ച് ജീരകപ്പൊടി ഇട്ടിട്ട് നല്ല പോലെ അടിച്ച് ഒഴിച്ചതിന് ശേഷമാണ് ഓർമ്മ വന്നത് വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി അതിലേക്ക് ഇത് തണുത്തതിന് ശേഷമാണ് ഒഴിക്കേണ്ടത് കേട്ടോ. കുമ്പളങ്ങയൊക്കെ തണുത്തതിന് ശേഷം ഈ ജീരകവും തൈരും കൂടി നല്ല പോലെ അടിച്ച് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നല്ല കട്ടിക്കുണ്ടാവും കേട്ടോ. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട്, ചീഞ്ചട്ടിയോ പാനോ ഏതായാലും കുഴപ്പമില്ല, കുറച്ച് വെളിച്ചെണ്ണയിലാണ് നമ്മൾ കാച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് കടുകും പിന്നെ കുറച്ച് ഞാൻ ഉഴുന്നിട്ട് വയ്ക്കാറുണ്ട് ഓൾറെഡി നമ്മൾ ചട്നിയൊക്കെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ കടുകും പിന്നെ ഇട്ടിട്ടുള്ളത് ഉലുവയാണ് കേട്ടോ. ഉലുവയും പിന്നെ കറി ലീവ്സ് ഇട്ടിട്ട് കാശ്മീരി ചില്ലി പൗഡർ കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. എരിവിന് വേണ്ടിയിട്ടല്ല, ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. നല്ല പോലെ മൂത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. അതിനുശേഷം നമുക്ക് നമ്മുടെ തൈര് ഒഴിച്ച് വെച്ചിട്ടുള്ള ചട്ടിയിലേക്ക് നമുക്ക് കൊണ്ടുപോയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ചട്ടി ചൂടാക്കരുത് കേട്ടോ. അപ്പോൾ തൈര് പെട്ടെന്ന് പിരിഞ്ഞു പോവും. അപ്പോൾ കാച്ചിട്ട് കുറച്ച് കറി അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് നല്ല പോലെ ഇളക്കിയെടുക്കുക. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.